ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം. വീണ്ടും നമുക്ക് മാർക്കറ്റിംഗിന്റെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്ലാസ്സുകളിലെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജീസ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രീവിയസ് ക്ലാസ്സിലെ നമ്മൾ PLC പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പഠിച്ച സമയത്ത് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് അതിന്റെ മച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സെയിൽസ് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. അവിടെ ഇവരെന്താണ് പുതിയ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ആ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. Then product mix refers to the total number of product line and the individual product of a company offered to its customers. So the product mix എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. പ്രോഡക്റ്റ് മിക്സ് refers to the total number of product lines and individual product a company offered to its customers. ഇപ്പൊ കസ്റ്റമേഴ്സിന് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അവരുടെ എൻറ്റയർ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോഡക്റ്റ് മിക്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ HUL എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവർ ധാരാളം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈനിലായിട്ട് അവർക്ക് പേഴ്സണൽ കെയർ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ദെൻ ഹെയർ കെയർ ഉണ്ട്, പല ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈനുകൾ ഉണ്ട്. ഇതിലെല്ലാം ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളുടെയും പ്രോഡക്റ്റ് ലൈനിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്, അതിന്റെ മിക്സിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്ന് വിളിക്കുന്നത്. സോ ദ പ്രോഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് എ കമ്പനി ഓഫർ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. സോ ദ അക്കോർഡിംഗ് ടു WJ സ്റ്റാൻഡേർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജീസ് ആണ്. ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്പാൻഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, then contraction of the product, then alteration of existing products, then development of new use of existing product, trading up and trading down, the product differentiation. So our marketing mix or product mix strategies ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് അതിന്റെ സ്ട്രാറ്റജീസ്, പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഓരോ സ്ട്രാറ്റജീസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്പാൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് ഓർ ദ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. എക്സ്പാൻഷൻ അതിന്റെ പേര് പറയുമ്പോൾ തന്നെ എന്താണ്? അഡീഷൻ ആണ്, ആഡിങ് ആണ്, അല്ലെ ഇൻക്രീസിങ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് ഇൻക്രീസ് ചെയ്യുക. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ പ്രോഡക്റ്റ് ലൈൻ ആൻഡ് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു കൺസ്യൂമേഴ്സ് ഓർ ഓഫർ ടു കൺസ്യൂമേഴ്സ്. അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്ന് വിളിച്ചത്. അതിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ദ ഫേം ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഇറ്റ് എക്സിസ്റ്റിംഗ് മിക്സ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് line or the depth within the product line. Yes, അപ്പൊ വളരെ വ്യക്തമാണ്. അവർ എക്സ്പാൻഡ് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യുകയാണ്. എന്താണ്? The firm decided to expand its existing mix. നിലവിലുള്ള മിക്സിനെ അവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. നിലവിൽ എന്റെ കമ്പനിക്ക് ഒരു 10 പ്രോഡക്റ്റുകൾ ഉണ്ട്. ഞാൻ പുതിയതായിട്ട് 2 പ്രോഡക്റ്റുകളുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ എന്റെ മാർക്കറ്റിംഗ് മിക്സ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ലൈൻ ഓർ ഡെപ്ത് വിത്തിൻ ദ ലൈൻ. ഒന്നെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ലൈൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിലോ നിലവിലുള്ള പ്രോഡക്റ്റ് ലൈനകത്ത് പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. മാരുതി സുസുക്കി ഇസ് എ വെൽ നോൺ ബ്രാൻഡ്. അവർ പുതിയതായിട്ട് എന്ത് ചെയ്തു? ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എസ്പ്രസോ എന്ന് പറയുന്ന ഒരു പുതിയ വെഹിക്കിൾ അവരുടെ പ്രോഡക്റ്റ് ലൈനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിലവിലുണ്ടായിരുന്ന പ്രോഡക്റ്റിനോടൊപ്പം പുതിയൊരു പ്രോഡക്റ്റ് കൂടെ അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന അവരുടെ പ്രോഡക്റ്റ് ലൈനകത്ത് പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ദ ന്യൂ ലൈൻ ആഡ് മേ ബി റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് മിക്സ്. നിലവിലുള്ള നമ്മുടെ പ്രോഡക്റ്റ് മിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അൺറിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The firm may also increase the number of items in its product mix.
ഒരു പ്രോഡക്റ്റ് ലൈൻ ഇൻക്രീസ് ചെയ്താലും ഒരു പ്രോഡക്റ്റ് ലൈനിലെ ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താലും എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഐറ്റംസ് ഓർ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദ ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ് ദ ഫേം ടു develop new source of revenue by adding more product or expanding the product mix. Product mix expand ചെയ്യുന്നതോടൊപ്പം എന്ത് സംഭവിക്കുന്നു? The new source of additional source of revenue. ഒരു additional source of revenue ആണ്, new source of revenue ആണ് by adding more product. ഇപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് കൊറോണയുടെ കാലത്ത് ഹാൻഡ് സാനിറ്റൈസർ ആൻഡ് ഹാൻഡ് വാഷ് രണ്ട് പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാസ്കുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ്. പല ബ്രാൻഡഡ് കമ്പനികളും പല ബ്രാൻഡഡ് ക്ലോത്തിങ് കമ്പനികളും ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ഫേസ് മാസ്കുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ന്യൂ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ആഡിങ് മോർ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റുകൾ, ഫേസ് മാസ്ക് ആയിക്കോട്ടെ, ഹാൻഡ് സാനിറ്റൈസർ ആയിക്കോട്ടെ, ഹാൻഡ് വാഷ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് നിലവിലുള്ള മാർക്കറ്റ് മിക്സിനോടൊപ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചു? The diversification helped the firm to develop new source of revenue or it helped to എന്താണ് additional source of revenue. പുതിയ സോഴ്സ് ഉണ്ടായി റവന്യൂവിന് വേണ്ടി. So it is called the expansion of product. So product mix strategy, first one is expansion of product or the product diversification. Yes, നമുക്ക് മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂമിൽ ഒന്ന് പോയി നോക്കാം. മാരുതി സുസുക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ ഡിഫറെന്റ് എന്താണ് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മാരുതി ഓൾട്ടോ, ദെൻ സെൻ എസ്റ്റിലോ, വാഗണർ, K10, മാരുതി 800 തുടങ്ങി ഡിഫറെന്റ് എന്താണ് പ്രോഡക്റ്റുകൾ, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് മാരുതിയുടെ പ്രോഡക്റ്റ് മിക്സിനകത്തുള്ള ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളാണ്. ആ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളെ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ലൈനുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞ്, സെഡാൻ എന്ന് പറഞ്ഞുകൊണ്ട്, XUV എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈനുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താണ് മാരുതിയുടെ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ ആണ് നമ്മൾ കാണുന്നത്. ഈ പ്രോഡക്റ്റ് ലൈനിനകത്തോട്ട് പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹാഷ് ബാക്കിനകത്തോട്ട് പുതിയൊരു മോഡൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പാൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ്. സെഡാനകത്തോട്ട് പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എക്സ്പാൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ്. അപ്പൊ നമ്മുടെ നിലവിലുള്ള പ്രോഡക്റ്റിനോടൊപ്പം പുതിയൊരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്താൽ അതിനെ എന്ത് വിളിക്കാം? എക്സ്പാൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ്. വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു എക്സാമ്പിൾ നോക്കുക. 1983 എടുത്തു കഴിഞ്ഞാൽ മാരുതി 800 മാത്രമേ ഉള്ളായിരുന്നു അവരുടെ പ്രോഡക്റ്റിനകത്ത്. പക്ഷെ 84 ആയപ്പോൾ ഓമിനി വന്നു, 85 ജിപ്സി വന്നു. 1983 തൊട്ട് 2007 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്ര പ്രോഡക്റ്റുകളായി? 8 പ്രോഡക്റ്റുകളായി കൂടി. അപ്പൊ ഒരു പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 8 പ്രോഡക്റ്റുകൾ, ഇതിനിടയ്ക്ക് ധാരാളം പ്രോഡക്റ്റുകൾ ഇത് കൂടാതെ മാർക്കറ്റിൽ വന്നതുണ്ട്, പോയതുണ്ട്. അതും നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഓരോ പുതിയ പ്രോഡക്റ്റുകളും അവരുടെ പ്രോഡക്റ്റ് മിക്സിലോട്ട് ആഡ് ചെയ്യും തോറും അവരുടെ വിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോഡക്റ്റ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? Then second strategy എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് ഓർ ദ പ്രോഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആഡിങ് ആണ്, അല്ല അഡീഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ. എലിമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ contraction of product mix means the elimination of existing individual product or group of product. ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രോഡക്റ്റ് ലൈനിൽ നിന്നോ പ്രോഡക്റ്റ് മിക്സിൽ നിന്നോ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം? ഇൻ ദിസ് സ്ട്രാറ്റജി, slimming down or reducing the existing product mix either by eliminating a line or by simplifying the variety of product within a line. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. This strategy, slimming down or reducing the existing product mix, നമ്മുടെ നിലവിലുണ്ടായിരുന്ന പ്രോഡക്റ്റ് മിക്സിനെ റെഡ്യൂസ് ചെയ്യുകയാണ്, സ്ലിമ്മിംഗ് ഡൗൺ ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ്? either by eliminating the product line, ഒരു പ്രോഡക്റ്റ് ലൈൻ മൊത്തമായിട്ട് നമുക്ക് കളയാം. തൊട്ടു മുന്നേ കണ്ട എക്സാമ്പിളിനകത്ത് ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലൈൻ മൊത്തമായിട്ട് നമുക്ക് കളയാം, അല്ലെ XUV എന്ന് പറയുന്നത് മൊത്തമായിട്ട് നമുക്ക്
കളയാം. അപ്പം ധാരാളം പ്രോഡക്റ്റുകൾ അതിനകത്തുനിന്ന് പോകും. ഓർ ബൈ സിംപ്ലിഫൈങ് ദ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് വിത്തിൻ എ ലൈൻ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈനകത്ത് ലാഭകരമല്ലാത്ത ഏതാണോ പ്രോഡക്റ്റ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സോ അപ്പൊ എന്താണ്, ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ആൻഡ് ദ അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ആൻഡ് ടു എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ഇൻ ദിസ് സ്റ്റേജ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളെയും എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. So it is adopted to eliminate low profit product and to get more profit from fewer product. Unprofitable ആയിട്ടുള്ള ലോ പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെ ഡിമാൻഡ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ പലതും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മാർക്കറ്റിംഗിലെ പ്രോഡക്റ്റ് മിക്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് മാറ്റി. ഗെറ്റ് എ മോർ പ്രോഫിറ്റ് ഫ്രം ഫ്യൂവർ പ്രോഡക്റ്റ്. ഇത് ലാഭകരമായിട്ടുള്ള പ്രോഡക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാണ് കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജി. ഇറ്റ് ഈസ് ലൈക്ക് എ ഷിഫ്റ്റ് ഫ്രം ഫാറ്റ് ഓർ ലോങ് ലൈൻ ടു തിൻ ഓർ ഷോർട്ട് ലൈൻ. വളരെ വലിയൊരു പ്രോഡക്റ്റ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു പ്രോഡക്റ്റ് മിക്സിൽ നിന്ന് ഞാൻ അതിനെ വളരെ ചെറുതാക്കി ഷോർട്ടായിട്ട് കൊണ്ടുവന്നു. ലാഭകരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമായിട്ട് വിൽക്കാനായിട്ട് തുടങ്ങി. ഇറ്റ്സ് എ കോൺട്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ് ഓർ ദ പ്രോഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ. യെസ്, തൊട്ടു മുന്നേ നമ്മൾ കണ്ട പ്രോഡക്റ്റ് ലൈനകത്ത് ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകളായിരുന്നു മാരുതി 800, മാരുതി സുസുക്കി ആദ്യകാലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റുകളിൽ ഒരെണ്ണമായിരുന്നു. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ 2000ഓട് കൂടി അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാരുതി ഓൾട്ടോ എന്ന് പറയുന്ന കാറ് മാർക്കറ്റിൽ വന്നു. ഇന്ന് മാരുതിയുടെ പ്രോഡക്റ്റ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മാരുതി 800 എന്ന് പറയുന്ന വാഹനമില്ല. ഓൾമോസ്റ്റ് 2013-14ഓട് കൂടി അതിന്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. ഓൾമോസ്റ്റ് 15ഓട് കൂടി 2015-16ഓട് കൂടി അതിന്റെ സെയിൽസും അവസാനിച്ചു. മാരുതി ഓൾട്ടോ മാർക്കറ്റിൽ വന്നു. ആ ഓൾട്ടോ എന്നാണ് 2012ഓട് കൂടി മോഡിഫൈ ചെയ്ത് പുതിയ ഓൾട്ടോ 800 എന്ന് പറയുന്ന രീതിയിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നു. ഇപ്പൊ എന്താണ്, പുതിയ പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്? എസ്പ്രസോ എന്ന് പറഞ്ഞുകൊണ്ട്. നിലവിലുള്ള പ്രോഡക്റ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരാനായിട്ട് പോവുകയാണ്. ഇത് പല പ്രോഡക്റ്റുകൾ എടുത്താലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. കാരണം പ്രോഡക്റ്റ് അതിന്റെ മച്യൂരിറ്റി സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ പുതിയ പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. എന്തിനാണ്? ഇനി നിലവിലുള്ള പ്രോഡക്റ്റ് മച്യൂരിറ്റി കഴിഞ്ഞാൽ ഡിക്ലൈൻ സ്റ്റേജിലോട്ടേ പോകത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഡിക്ലൈൻ സ്റ്റേജിൽ എത്തി അത് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുന്നതിന് മുമ്പായിട്ട് എന്റെ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റില് ഗ്രോത്ത് സ്റ്റേജിൽ എത്തണം. അതിനുവേണ്ടിയാണ് മാരുതി എന്താണ് 2002 കൂടി മാരുതി ആൾട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും മാരുതി 800 നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷെ അത് പയ്യെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകാൻ തുടങ്ങി. അപ്പൊ ആൾട്ടോ എന്ത് ചെയ്തു? മാർക്കറ്റില് ഗ്രോത്ത് സ്റ്റേജിൽ എത്തി. അത് അതിന്റെ മച്യൂരിറ്റി സ്റ്റേജിലോട്ട് എത്തി തുടങ്ങിയപ്പോഴാണ് അവർ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതാണ് അടുത്ത സെക്കൻഡ് സ്ട്രാറ്റജിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. തേർഡ് വൺ ഈസ് ആൾട്ടറേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. These strategies require the firm to find the new use of an existing product. വളരെ സിമ്പിൾ ആണ്. മോഡിഫിക്കേഷൻ ആണ്, ഓൾട്ടറേഷൻ ആണ്. The find a new use of an existing product. നിലവിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട്, കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ ഗ്രോത്ത് സ്റ്റേജിലോ അതിന്റെ മച്യൂരിറ്റി സ്റ്റേജിലോ ആയിരിക്കും പ്രോഡക്റ്റ്. പക്ഷേ ഫേം എന്ത് ചെയ്യും? പുതിയ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജി കണ്ടുപിടിക്കും. എന്താണ്? ഫേം ടു ഫൈൻഡ് എ ന്യൂ യൂസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിലവിലുള്ള പ്രോഡക്റ്റില് പുതിയ യൂസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊട അംബ്രല്ലയില് സെൽഫി സ്റ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം അംബ്രല്ല നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന എന്താണ്? മഴക്കാലത്താണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കഠിനമായ വെയിലുള്ള സമയത്തും. പക്ഷെ ഒരു 90% ആൾക്കാരും യൂസ് ചെയ്യുന്നത് മഴക്കാലത്താണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന്റെ ബേസിക് യൂസിനോടൊപ്പം അതിലെന്താണ് ഒരു അഡീഷണൽ യൂസ് കൂടെ അവർ കൊണ്ടുവന്നു. സെൽഫി സ്റ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ദ ഫേം സ്ട്രാറ്റജി എന്തായിരുന്നു? ദിസ് സ്ട്രാറ്റജി റിക്വയർ ദ ഫേം ടു ഫൈൻഡ് എ ന്യൂ യൂസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിലവിലുള്ള പ്രോഡക്റ്റിന് പുതിയ യൂസുകൾ കണ്ടെത്തുക, അതുവഴി കൺസ്യൂമേഴ്സിനെ ഗെയിൻ ചെയ്യുക, കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യുക. ക്രിയേറ്റിംഗ് എ ന്യൂ വേർഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് വിത്ത് എ സ്ലൈറ്റ് ചേഞ്ച് ക്യാൻ പ്രൊവൈഡ് യുവർ മാർക്കറ്റ് വിത്ത് എ മോട്ടിവേഷൻ ടു പർച്ചേസ് ആൻഡ് അപ്ഗ്രേഡ്. അപ്പൊ ക്രിയേറ്റിംഗ് എ ന്യൂ വേർഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നിലവിലുള്ള പ്രോഡക്റ്റിന് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് ചെറിയ ചേഞ്ചസുകൾ വരുത്തുക. The slight changes can provide your market with a motivation to purchase and upgrade. ഇന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും മാർക്കറ്റില്
AMG വെഹിക്കിൾ, ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വെഹിക്കിൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ പലതിലും എന്താണ് AMG വേർഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കുക, അവരെ കൊണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക. Then പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. മോഡിഫൈയിങ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ചേഞ്ച് ഐഡിയ, ഇൻക്രീസ് പ്രോഡക്റ്റ് വാല്യൂസ്, ഓഫർ എ ട്രയൽ, സ്പെഷ്യലൈസ് ആൻഡ് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്, ക്രിയേറ്റ് എ പാക്കേജ് ഡീൽ. പല രീതിയിൽ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ഓൾട്ടറേഷൻസ് വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഓൾട്ടറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അല്ല ബ്രാൻഡ് ആണ്. ഏതാണ്? ഡെറ്റോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഡെറ്റോൾ ബേസിക്കലി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇറ്റ് ഈസ് എ ആന്റിസെപ്റ്റിക് ലിക്വിഡ്. ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡ് ആയിട്ടാണ് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സോ അങ്ങനെ തന്നെയാണ് ആ പ്രോഡക്റ്റ് എന്താണ് ഇന്നും അറിയപ്പെടുന്നത്. പക്ഷെ എന്താണ് മാർക്കറ്റർക്ക് മനസ്സിലായി ഈ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് ഡിഫറെന്റ് യൂസസ് ഉണ്ട് എന്ന്. അത് കൺസ്യൂമേഴ്സിന് അടുക്കൽ എത്തിക്കണം. സോ അവരെന്ത് ചെയ്തു? ആ ലിക്വിഡ് ഫോം ആന്റിസെപ്റ്റിക് എന്ന് പറയുന്ന ആ ലിക്വിഡ് രൂപത്തിലുള്ള പ്രോഡക്റ്റിൽ നിന്ന് അവർ എന്തൊക്കെ ഡെവലപ്പ് ചെയ്തു? സോപ്പ്, ബാത്തിങ് സോപ്പ്, ലിക്വിഡ് ഹാൻഡ് വാഷ്, നോ ടച്ച് ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസർ, ബോഡി വാഷ്, ഷേവിംഗ് ക്രീം, മെഡിക്കേറ്റഡ് പ്ലാസ്റ്റർ, ഹെൽത്തി കിച്ചൺ ജെൽ. പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ പല പ്രോഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതുമാണ്. ചില പ്രോഡക്റ്റുകൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് പല പ്രോഡക്റ്റുകളും സക്സസ്ഫുൾ ആണ്. അതിന്റെ ആന്റിസെപ്റ്റിക് ലിക്വിഡ്, സോപ്പ്, ഹാൻഡ് സാനിറ്റൈസർ, ലിക്വിഡ് ഹാൻഡ് വാഷ്, ഇതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ റൺ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കാരണം എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആന്റിസെപ്റ്റിക് ലിക്വിഡ് എന്ന പേരിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് സെയിൽ നടക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള എന്റെ ഒരു പ്രോഡക്റ്റ്, ഒരു സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സെയിൽ നടക്കും. അത് ലിക്വിഡ് ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞ്, ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറഞ്ഞ് ഇറക്കിയാലും സെയിൽ നടക്കും. കാരണം ആന്റിസെപ്റ്റിക് എന്ന് പറയുന്ന കൺസ്യൂമേഴ്സിന്റെ മൈൻഡില് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു പേരാണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. സോ അത് പിടിച്ച് അവർക്ക് എന്താണ് കൂടുതൽ സെയിൽസ് നേടാൻ സാധിക്കും, ഡിമാൻഡ് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ഹൈ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കടമ്പ അവർക്ക് എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിൽ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് പോകാം. ട്രേഡിംഗ് അപ്പ് ആൻഡ് ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി. പ്രോഡക്റ്റ് മിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ട്രേഡിംഗ് അപ്പ് ആൻഡ് ട്രേഡിംഗ് ഡൗൺ. The trading up means adding a higher priced prestigious product to the existing line of lower priced product. വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഹൈ പ്രൈസ് പ്രോഡക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ലോ പ്രൈസ് പ്രോഡക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? Adding a higher priced prestigious product to the existing line of lower priced product. എന്റെ പ്രോഡക്റ്റ് മിക്സിനകത്ത് അല്ലെ പ്രോഡക്റ്റ് ലൈനിനകത്ത് ലോവർ പ്രൈസ് പ്രോഡക്റ്റിനോടൊപ്പം ഞാൻ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹൈ പ്രൈസ് പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്റെ ലോവർ പ്രൈസ് പ്രോഡക്റ്റുകളൊക്കെ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്, അതിന് ധാരാളം ഡിമാൻഡ് ഉണ്ട്, സെയിൽ ഉണ്ട്, പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ഒരു ഹയർ പ്രൈസ് പ്രോഡക്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ട്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജി. യെസ്, this strategy, a company accept that the prestigious of a new product will help to increase the sale of an existing lower priced product. So prestigious ആയിട്ടുള്ള ഈ ഹൈ പ്രൈസ് പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്തിനൂടെ സെയിൽ ഉണ്ടാകും? Yes, it help to increase the sale of an existing lower price product. എന്റെ കമ്പനിയുടെ ലോവർ പ്രൈസ് പ്രോഡക്റ്റിനൂടെ സെയിൽസ് ഉണ്ടാകുമെന്ന് ഉള്ളൊരു അസംഷനിലാണ് ഈ ഒരു ട്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. There are two options before a firm which adopt a trading up strategies. ഏതൊക്കെയാണ്? The first one is the promoting older lower priced product for the bulk of sales volume. First strategy എന്താണ്? Promoting older lower priced product. നിലവിലുള്ള ഓൾഡർ ആയിട്ടുള്ള ലോവർ പ്രൈസ്ഡ് പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം? സെയിൽ നടത്താനായിട്ട് സാധിക്കണം. For the bulk of a sales volume. Second strategy എന്താണ്? Promoting a new product and accept it to gain a major sales volume.
അപ്പൊ എന്താണ് പ്രൊമോട്ടിംഗ് ന്യൂ പ്രോഡക്റ്റ് എക്സെപ്റ്റ് ഇറ്റ് ഗെയിൻ എ മേജർ സെയിൽസ് വോളിയം. രണ്ട് സ്ട്രാറ്റജീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ട്രേഡിംഗ് അപ്പ് നടക്കുമ്പോൾ രണ്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്, നമുക്ക് സാധാരണ മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന ഒരു സ്ട്രാറ്റജിയാണ് ട്രേഡിംഗ് അപ്പ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെഡ്മി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പുതിയ മോഡല് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ട് താഴെയുള്ള ലോ പ്രൈസ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറഞ്ഞു നിൽക്കുന്ന മോഡലുകളോ പ്രൈസ് ഉള്ള പ്രോഡക്റ്റുകളോ ബൾക്കായിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, വിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, trading up strategy, adding a higher priced prestigious product to existing line of lower priced product. Yes, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജിയാ. മാരുതി ആൾട്ടോ 800 എന്ന് പറയുന്ന വാഹനം ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ ഓടുന്ന സാധാരണക്കാരുടെ ഒരു വെഹിക്കിൾ ആണ്. ആ പ്രോഡക്റ്റിനൊപ്പം തന്നെയാണ് അവർ അതിനേക്കാളും കുറച്ചുകൂടെ ഹയർ പ്രൈസിലുള്ള എസ്പ്രസോ എന്ന് പറയുന്ന വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. So the trading up means adding a higher priced prestigious product to the existing line of lower priced product. Lower priced product ന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹൈ പ്രൈസ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയെ ട്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജി എന്ന് വിളിക്കാം. സോ ദ ട്രേഡിംഗ് ഡൗൺ എന്തായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ട്രേഡിംഗ് അപ്പ് സ്ട്രാറ്റജി. അവിടെ എന്തൊക്കെ പറയണം, the trading down is the opposite of the trading up in trading down. A firm add a lower price to product to an existing line of prestigious product. വളരെ സിമ്പിൾ. തൊട്ടു മുന്നേ ഉള്ള നമ്മുടെ സ്ട്രാറ്റജി ട്രേഡിംഗ് അപ്പ് ആയിരുന്നു. ട്രേഡിംഗ് അപ്പിൽ എന്താണ്, ഫേം ആഡ് എ ഹൈയർ പ്രൈസ്ഡ് പ്രോഡക്റ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ലോവർ പ്രൈസ്ഡ് പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് സംഭവിച്ചത്, ട്രേഡിംഗ് ഡൗൺ ആണ്. ദ ഫേം ആഡ് lower priced product to existing line of prestigious product. നമ്മുടെ prestigious പ്രോഡക്റ്റിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു, ലോവർ പ്രൈസ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം സാധാരണക്കാർ കൂടെ പർച്ചേസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ലോവർ പ്രൈസ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി. While following this strategy, the firm accept that the consumers who cannot afford to purchase the existing high priced prestigious product can purchase the newly added the low price product. വളരെ വ്യക്തമാണ്, ഹൈ പ്രൈസ് പ്രോഡക്റ്റേ ഉള്ളൂ എന്റെ പ്രോഡക്റ്റ് ലൈനകത്ത് ഓർ പ്രോഡക്റ്റ് മിക്സിനകത്ത്. സാധാരണക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട്, അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ അവരെയും കൂടെ കൺസിഡർ ചെയ്ത് ഫേം എന്ത് ചെയ്തു, ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരെന്താ ചെയ്തേ, ദ ഫേം ആഡ് എ ലോവർ പ്രൈസ്ഡ് പ്രോഡക്റ്റ്, വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടു ആൻ എക്സിസ്റ്റിംഗ് ലൈൻ, നിലവിലുള്ള പ്രോഡക്റ്റിനോടൊപ്പം ഓഫ് എ പ്രസ്റ്റീജിയസ് പ്രോഡക്റ്റ്. സോ അതാണ് ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആപ്പിൾ ഐഫോൺ എപ്പോഴും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് ആൾക്കാർ കാണുന്ന, അല്ലെങ്കിൽ എന്താണ്, വളരെ പ്രസ്റ്റീജിയസ് പ്രോഡക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്നത്. സോ ആപ്പിൾ ഐഫോണിന്റെ പ്രൈസുകളൊക്കെ എന്താണ്, മോർ ദാൻ 50,000 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ രണ്ട് പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആപ്പിൾ ഐഫോണിന്റെ 11 പ്രോയും 11 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1,50,000, 71,600 ഒക്കെയാണ്. ആമസോണിലെ ഒരു പ്രൈസ് ആണ് ജസ്റ്റ് എക്സാമ്പിൾ ഇട്ടിരിക്കുന്നത്. അതേസമയം അത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല എന്ന് മനസ്സിലായ ഐഫോൺ എന്ത് ചെയ്തു, ആപ്പിൾ ഐഫോൺ 7ഉം ആപ്പിൾ ഐഫോൺ എന്താണ് 6ഉം ഒക്കെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 20,000 റേഞ്ചില് 30,000 റേഞ്ചില് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ഉദ്ദേശം എന്താണ്, സാധാരണ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൈസിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് കോൾഡ് ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി. ഇതാണ് ട്രേഡിംഗ് അപ്പ് ആൻഡ് ട്രേഡിംഗ് ഡൗൺ സ്ട്രാറ്റജി. ലാസ്റ്റ് സ്ട്രാറ്റജി എന്താണ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പേര് പോലെ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കണം. The product differentiation is the process of differentiate a product from that of competitors. മെയിൻ ഉദ്ദേശം എന്താണ്, to fighting against the competitors. കോമ്പറ്റീറ്റേഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. So the product differentiation is the process of differentiate a product from that of competitors. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നിൽക്കണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിൽക്കണം. It is a process of creating different appeal to a product as against the product of competitors. ഒരു different appeal കൊണ്ടുവരിക. This involves the differentiating the product from other similar product in the market as well as the other related product in the product line of a firm. രണ്ട് കാര്യങ്ങളിലാണ് അവരുടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നത്. Differentiating the product from the other similar product in the market, which means the competitors.
കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൽ നിന്നും എന്റെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തണം. ദ ഫസ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് ഫ്രം അതർ സിമിലർ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അതോടൊപ്പം തന്നെ എന്താണ്, ആസ് വെൽ ആസ് ദ അതർ റിലേറ്റഡ് പ്രോഡക്റ്റ് ഇൻ ദ പ്രോഡക്റ്റ് ലൈൻ ഓഫ് എ ഫേം. നമ്മുടെ പ്രോഡക്റ്റ് ലൈനിലെ തന്നെ ഓരോ പ്രോഡക്റ്റിൽ നിന്നും എന്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കണം. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. നമ്മൾ തൊട്ടു മുന്നേ കണ്ട മാരുതിയുടെ എക്സാമ്പിൾ എടുക്കാം. അതിലെ ഹാഷ് ബാക്ക് മോഡലുകൾ എല്ലാം ഒരേ മോഡലിൽ ഒരേ ഫീച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, എന്റെ പ്രോഡക്റ്റ് ലൈനിലുള്ള പ്രോഡക്റ്റുകളിൽ തന്നെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരണം, അല്ലെ ഡിസ്റ്റിങ്വിഷ് ആയിട്ട് നിർത്താനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ എന്റെ കോമ്പറ്റേറ്റീവ് മറ്റ് ഓട്ടോമൊബൈൽ എന്താണ് കോമ്പറ്റീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റിനോടൊപ്പം എന്റെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ രണ്ട് സ്ട്രാറ്റജീസ് ആണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ HULന്റെ പ്രോഡക്റ്റുകളാണ് കാണുന്നത്. HULന്റെ പ്രോഡക്റ്റ് ലൈനിലുള്ള പ്രോഡക്റ്റുകളാണ് ഈ കാണുന്നത്. പക്ഷെ ഓരോ പ്രോഡക്റ്റുകളെയും എന്താണ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓരോന്നിനും സെപ്പറേറ്റ് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, സെപ്പറേറ്റ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. സോ അതാണ് എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതെന്താണ് കോമ്പറ്റേറ്റീവ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 2019 ഇറങ്ങിയ രണ്ട് കോമ്പറ്റീഷൻ ബേസ്ഡ് ഇറങ്ങിയ രണ്ട് പ്രോഡക്റ്റുകളാണ് മാരുതിയുടെ വാഗണറും അതുപോലെ തന്നെ ഹുണ്ടായുടെ സാൻട്രോ എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ, രണ്ട് ബ്രാൻഡ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ്. അവിടെ എന്താണ് പ്രോഡക്റ്റുകളെ ഡിഫറൻസിയേഷൻ നടത്തണം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഡിഫറെന്റ് അപ്പീൽ ടു ദ പ്രോഡക്റ്റ് ആസ് അഗൈൻസ്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.